പാരീസിൽ നടന്നുകൊണ്ടിരിക്കുന്ന 2024 സമ്മർ ഒളിമ്പിക്സ് അവിസ്മരണീയമായ ചില നിമിഷങ്ങളോടെ അതിൻ്റെ പാതിവഴി പിന്നിട്ടിരിക്കുകയാണ്. എന്നാൽ വിവാദങ്ങൾക്കും ഒട്ടും കുറവുണ്ടായിട്ടില്ല. ഉദ്ഘാടന ചടങ്ങുകൾ മുതൽ ആരംഭിച്ച വിവാദങ്ങൾ ചർച്ച ചെയ്യുന്ന കാര്യത്തിൽ സോഷ്യൽ മീഡിയയും ഒരു കുറവും വരുത്തിയിട്ടില്ല. തുർക്കിയിൽ നിന്നുള്ള പിസ്റ്റൾ ഷൂട്ടർ യൂസഫ് ടിക്കേച്ച് ഒരു സ്വർണ്ണ മെഡൽ ജേതാവായിരുന്നില്ല. കായിക രംഗത്തെ മറ്റുള്ളവരെ അപേക്ഷിച്ച് അദ്ദേഹം ഒരു മികച്ച അത്ലറ്റായി കണക്കാക്കപ്പെട്ടിട്ടുമില്ല. എങ്കിലും സോഷ്യൽ മീഡിയ അദ്ദേഹത്തെ ആഘോഷിച്ചു. ഒരു കൈ പോക്കറ്റിൽ വെച്ച് ഇയർ പ്രൊട്ടക്ഷനോ സ്പെഷ്യൽ ലെൻസോ ഇല്ലാതെ നേരെ വന്ന് ഷൂട്ട് ചെയ്ത് സിൽവർ മെഡൽ നേടുന്നു. ആ ഒരു സ്വാഗാണ് യഥാർത്ഥത്തിൽ ആളുകളെ ആകർഷിക്കുന്നത്. എന്നാൽ സോഷ്യൽ മീഡിയക്ക് സാധ്യതയില്ലാത്ത താരങ്ങളെ സൃഷ്ടിക്കാൻ കഴിയും. അതേസമയം തന്നെ മികച്ച താരങ്ങളെ ഒന്നുമല്ലാതാക്കാനും സാധിക്കും. പാരീസ് ഒളിമ്പിക്സിലെ ഉദ്ഘാടന വിവാദം. പാരീസ് ഒളിമ്പിക്സിൻ്റെ താരനിബിഡമായ ഉദ്ഘാടന ചടങ്ങിൽ ട്രാൻസ്ജെൻഡർ മോഡലായ ഡ്രാഗ് ക്യൂൻസും മറ്റ് നർത്തകരും കൂടി ഒരു ടാബ്ലോ അവതരിപ്പിക്കുകയുണ്ടായിരുന്നു. അവർ നീല നിറത്തിൽ ചായം പൂശിയ അർദ്ധനഗ്നയായ ഗായകനൊപ്പം മേശപ്പുറത്ത് നിറഞ്ഞിരുന്നു. എന്തുകൊണ്ടാണ് ഇത് വിവാദമായത്? എന്തായിരുന്നു ആ ടാബ്ലോ? പാരീസിൽ ഏകദേശം 4 മണിക്കൂർ നീണ്ട ഉദ്ഘാടന ചടങ്ങിൻ്റെ അവസാനത്തിലാണ് ഈ ടാബ്ലോ വരുന്നത്. പ്രകടനക്കാരിൽ LGBTQ+ ആക്ടിവിസ്റ്റും ഫ്രഞ്ച് DJ ബാർബറ ബെച്ചും ഉൾപ്പെട്ടിരുന്നു. എന്തുകൊണ്ടാണ് ആ ടാബ്ലോ വിമർശിക്കപ്പെട്ടത്? ലിയോണാർഡോ ഡാവിഞ്ചിയുടെ ഐതിഹാസികമായിട്ടുള്ള ദ ലാസ്റ്റ് സപ്പർ എന്ന ചിത്രത്തെ ഓർമ്മിപ്പിക്കുന്നതായിരുന്നു ആ ടാബ്ലോ. യേശുക്രിസ്തുവിനെ കുരിശിലേറ്റുന്നതിന് തലേ ദിവസം രാത്രിയിൽ ക്രിസ്തുവിനെ 12 അപ്പോസ്തലന്മാർ ചുറ്റപ്പെട്ടതായി കാണിക്കുന്ന ഒരു ചുവർചിത്രത്തിൻ്റെ പാരഡിയാണ് ഈ ടാബ്ലോ എന്ന് കത്തോലിക്ക സഭയും തീവ്ര വലതുപക്ഷവും ഉൾപ്പെടെ ആരോപിച്ചു. ക്രിസ്തുമതത്തെ അവഹേളിക്കുന്ന പ്രകടനമാണിതെന്നാണ് അവരുടെ വാദം. മുൻ US പ്രസിഡന്റായിരുന്ന ഡൊണാൾഡ് ട്രംപും ഈ നടപടിയെ വിമർശിച്ചു. ഞാൻ വളരെ തുറന്ന മനസ്സുള്ള ഒരാളാണ്, പക്ഷേ അവർ ചെയ്തത് നാണക്കേടാണെന്ന് ഞാൻ കരുതുന്നു. സംഘാടകർ എന്താണ് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് പറഞ്ഞത് എന്ന് നമുക്ക് പരിശോധിക്കാം. പാരീസ് ഒളിമ്പിക് സംഘാടകർ ടാബ്ലോയിൽ അസ്വസ്ഥരായ ആളുകളോട് ക്ഷമാപണം നടത്തിയെങ്കിലും ഇത് ഡാവിഞ്ചിയുടെ ചുവർചിത്രത്തിൻ്റെ വ്യാഖ്യാനമല്ലെന്ന് അവർ പറഞ്ഞു. എന്നു മാത്രമല്ല, പകരം ആഘോഷങ്ങളുടെയും വീഞ്ഞിൻ്റെയും ഗ്രീക്ക് ദേവനായ ഡയോനിസസിൽ നിന്നും പ്രചോദനം ഉൾക്കൊണ്ടാണ് ഇത് ഒളിമ്പിക്സിലെ ദേവന്മാരുമായി ബന്ധിപ്പിച്ചിരിക്കുന്ന ഒരു ചിത്രീകരണമാക്കി സംഘടിപ്പിച്ചത് എന്ന് സംഘാടകർ പറഞ്ഞു. പാരീസ് ഒളിമ്പിക്സിൽ മത്സരിക്കുന്ന 2 വനിതാ ബോക്സർമാരുടെ കേസുകളാണ് അടുത്തതായിക്കൊണ്ട് പാരീസ് ഒളിമ്പിക്സിൽ പൊതുശ്രദ്ധയിൽ ഇടം പിടിച്ചിരിക്കുന്നത്. അൾജീരിയയുടെ ഇമാനി ഖലീഫും തായ്വാനിൻ്റെ ലിങ് യു ടിങ്ങുമാണ് ഇപ്പോൾ ചർച്ചാ വിഷയമായിട്ടുള്ളത്. 2023 മാർച്ചിൽ നടന്ന ലോക ബോക്സിംഗ് ചാമ്പ്യൻഷിപ്പിലെ ലിംഗപരിശോധനയിൽ ഇരുവരും പരാജയപ്പെട്ടതായി IBI അറിയിച്ചിരുന്നു. എന്നാൽ ഏതൊക്കെ തരത്തിലുള്ള പരീക്ഷകളാണ് നടത്തിയതെന്ന വിവരം അവർ നൽകിയിട്ടുമില്ല. മനുഷ്യാവകാശ ഗ്രൂപ്പുകളുടെ കൂട്ടായ്മയായ സ്പോർട്സ് ആൻഡ് റൈറ്റ്സ് അലയൻസിൻ്റെ ഡയറക്ടർ ആൻഡ്രിയ ഫ്ലോറൻസ് അസ്വീകാര്യമായത് എന്ന് വിളിക്കുന്ന സോഷ്യൽ മീഡിയയിലെ ദുരുപയോഗത്തിൻ്റെയും തെറ്റായ വാദങ്ങളുടെയും ഇരകളായി ഖലീഫും ലിന്നും മാറിയെന്ന് അഭിപ്രായപ്പെട്ടു. ഫെയർ പ്ലേ എന്നതിൻ്റെ മറവിൽ സ്ത്രീകളുടെ ശരീരത്തെ ചുറ്റിപ്പറ്റിയുള്ള ഊഹാപോഹങ്ങൾ ഹാനികരമായിട്ടുള്ള ലിംഗഭേദത്തിലും വംശീയ സ്റ്റീരിയോടൈപ്പുകളിലും വേരൂന്നിയതാണ് എന്നും അവർ അഭിപ്രായപ്പെട്ടു. യഥാർത്ഥത്തിൽ ഒരു പുരുഷൻ ഒരു സ്ത്രീയോട് മത്സരിക്കുന്നു എന്ന രൂപത്തിലുള്ള നരേഷനുകളാണ് സോഷ്യൽ മീഡിയയിൽ കറങ്ങിക്കൊണ്ടിരുന്നത്. എന്നാൽ ഇമാൻ ഖലീഫിൻ്റെ വിഷയത്തിൽ ഒളിമ്പിക്സിൻ്റെ അധികാരികൾ നൽകിയിട്ടുള്ള ഔദ്യോഗികമായിട്ടുള്ള സ്ഥിരീകരണം was born female, was registered female, lived her life as a female, boxed as a female, has a female passport. This is not a transgender case. I know you're not saying that, but there has been some confusion that somehow it's a man fighting a woman. This is just not the case. Scientifically, on that there is consensus. Scientifically, this is not a man fighting a woman, and I think we need to kind of get that. This woman has competed for a very, very long time in women's sport. Against many opponents, in fact against Italian boxers twice in the last couple of years, I think. So I think if you start working on all suspicions, then we end up very much heading towards a gender testing regime, which is not good for anybody. August 6 പാരീസ് ഒളിമ്പിക്സ് ഒരു ചരിത്ര നിമിഷത്തിന് സാക്ഷ്യം വഹിച്ചു. വിനേഷ് ഫോഗട്ട് ഒളിമ്പിക് ഫൈനലിലെത്തുന്ന ആദ്യ ഇന്ത്യൻ വനിതാ ഗുസ്തിക്കാരിയായി. വനിതകളുടെ 50 കിലോഗ്രാം ഗുസ്തി വിഭാഗത്തിൽ ക്യൂബയുടെ യുസലിസ് ഗുസ്താൻ ലോപ്പസിനെതിരെ 5-0 എന്ന നിർണായക വിജയത്തോടെ മികച്ച പ്രകടനം കാഴ്ചവെച്ചു. എന്നു മാത്രമല്ല, ബോക്സിംഗ് ചരിത്രത്തിൽ ഇതുവരെ പരാജയങ്ങളൊന്നും അറിഞ്ഞിട്ടില്ലാത്ത മുൻ ചാമ്പ്യനായിട്ടുള്ള 4 വട്ടം ലോക ചാമ്പ്യനായിട്ടുള്ള യുവി സുസാക്കിയെ അടക്കം പരാജയപ്പെടുത്തിക്കൊണ്ടാണ്
വിനേഷ് ഫോഗട്ട് ഫൈനലിലേക്ക് എത്തിയിരുന്നത്. എന്നാൽ ഫൈനലിന് മുമ്പേ ഫോഗട്ട് 50 കിലോഗ്രാം ഭാരം തെളിയിക്കുന്ന പരിശോധനയിൽ കേവലം 100 ഗ്രാമിന് പരാജയപ്പെട്ടു. പാരീസിൽ ഫോഗട്ട് ചരിത്ര നേട്ടം കുറിച്ചത് 50 കിലോഗ്രാം ഫ്രീ സ്റ്റൈലിലാണെങ്കിലും അതവരുടെ ഇഷ്ടവിഭാഗമായിരുന്നില്ലെന്ന് ഇതിൽ ശ്രദ്ധിക്കേണ്ടുന്ന ഒരു കാര്യമാണ്. തന്റെ ഇഷ്ടവിഭാഗമായ 53 കിലോയിൽ നിന്നും 50ലേക്ക് ഭാരം കുറച്ചാണ് ഫോഗട്ട് ഇത്തവണ ഒളിമ്പിക്സിന് യോഗ്യത നേടിയത്. കഴിഞ്ഞ 2 വർഷങ്ങളിലായി അധികാരികളോട് നടത്തിയ പോരാട്ടവും പരിക്കുമാണ് വിനേഷിനെ 50 കിലോഗ്രാം വിഭാഗത്തിൽ മത്സരിപ്പിക്കുന്നതിലേക്ക് മാറ്റിയത്. നടിയും BJP MP-യുമായ കങ്കണ റണാവത്ത് ഫോഗട്ടിന്റെ പ്രകടനത്തെ പ്രശംസിച്ചുവെങ്കിലും മുൻ റെസ്ലിംഗ് ഫെഡറേഷൻ ഓഫ് ഇന്ത്യ പ്രസിഡന്റായിരുന്ന ബ്രിജ്ഭൂഷൺ സിംഗിനെതിരെ ഫോഗട്ട് നടത്തിയ പ്രതിഷേധങ്ങളെയും സർക്കാരിനെതിരെ തന്നെ നടത്തിയിട്ടുള്ള പ്രതിഷേധ പ്രകടനങ്ങളെയും അവർ ഈ സന്ദർഭത്തിൽ ഓർമ്മപ്പെടുത്തുകയും ചെയ്തു. ഇത്ര വലിയ നേട്ടം സ്വന്തമാക്കുമ്പോഴും സർക്കാരിനെതിരെ തന്നെ പ്രതിഷേധങ്ങൾ നടത്തുകയും ചെയ്തിട്ടുള്ള ഒരു താരത്തെ ഉൾക്കൊള്ളുക എന്നത് നരേന്ദ്രമോദി എന്നുള്ള ഒരു മഹത്തായ വ്യക്തിയുടെ ജനാധിപത്യത്തെ അടയാളപ്പെടുത്തുന്നു എന്ന് കങ്കണ റണാവത്ത് അഭിപ്രായപ്പെട്ടു. വാർത്തകൾ വേഗത്തിലറിയാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.